ഹായ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും മിനിമറ്റോടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്കിൻ്റെ ടീമായിട്ടാണ് വന്നത്. നമ്മൾ ഇപ്പം എന്താണ് ഓട്ടോയിലിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിതുവരെ റോൾസ് റോയ്സ് കണ്ടിട്ടില്ല. ആ റോൾസ് റോയ്സ് നമുക്കൊന്ന് കാണാനായിട്ട് നമ്മളൊരു കൂട്ടുകാരൻ ബീച്ചിൽ റോൾസ് റോയ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മളൊരു കൂട്ടുകാരൻ റോൾസ് റോയ്സ് ഉണ്ട്, അവൻ ബീച്ചിൽ റോൾസ് റോയ്സ് കൊണ്ടുവരാൻ പറഞ്ഞ് നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടിരിക്കുകയാണ്. ചേച്ചി കൊട്ടാരക്കരയ്ക്ക് പോണ വഴിയാ ചേച്ചി? ചേച്ചി പറയും. ഈ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞത് കേട്ടോ? ഓ ചേച്ചി, അവള് പറഞ്ഞ വഴി ശരിയാണെന്ന് എങ്ങനെ അറിയാം? നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയാൻ പറഞ്ഞ? ഇടത്തോട്ട് പോലെ ഇടത്തോട്ട്. അയ്യോ ചേട്ടാ ഇല്ല, ചേട്ടാ ഇല്ല, ചേട്ടാ 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 ഈ കൊട്ടാരക്കരയ്ക്ക് പോണ വഴി ഇത്. ഇടത്തോട്ട് പോണ വഴിയാന്ന് വെച്ചപ്പോൾ നേരെ പോയിട്ടൊന്നുമില്ല, നേരെ പോവാം. മര്യാദയ്ക്ക് വണ്ടി പോലും ഓർക്കുന്നില്ല. നമ്മള് ഡിസ്കോ ഒക്കെ അടിച്ചാണ് കഴിച്ചു പോണം. നാട്ടുകാര് നമ്മളെ പറ്റി പലതും പറയും. നമുക്ക് ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാലോ. ഞാനൊന്നുമില്ല. അവൻ വിളിച്ചിരുന്ന് അവൻ വിളിച്ചിട്ട് പറഞ്ഞ് അവൻ്റെ വീട്ടില് എന്തോ സംഭവം നടന്ന് അങ്ങോട്ട് പോവാനാണ് അവൻ പറയണ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി നേരെ ഒന്നും ആലോചിക്കണം, നമ്മൾ ഗ്യാരേജിലോട്ട് വിടാം. അവിടെ നമ്മൾ ഇത് കിടപ്പുണ്ടായിരിക്കും, കവാസാക്കി. ആ കവാസാക്കി എടുത്തോണ്ട് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ആ കവാസാക്കി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് കാണാം. ഇപ്പം നമ്മളെ കവാസാക്കിയൊക്കെ എടുത്ത് ചോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹെൽമെറ്റ് എടുക്കാൻ പോയി. എന്നിട്ട് ഹെൽമെറ്റിൻ്റെ അടുത്ത് അളിയ അവിടെ ഇറങ്ങിയിട്ട് വന്ന് ആ ഹെൽമെറ്റ് നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. ഈ ബാഗിനെ തന്നെ ഇട്ടിരുന്ന തപ്പട്ട്. ആ കിട്ടി. അപ്പം ഇനി നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോകണം. അവൻ്റെ വീട്ടിൽ പോകണ വഴിയൊക്കെ ഇവിടെ തൊട്ടടുത്ത്. കൊട്ടാരക്കരയിൽ നേരെ പോയാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കൊട്ടാരക്കര, ആ ചേട്ടൻ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ കൊട്ടാരക്കരയ്ക്ക്. ഈ നമ്മൾ പറഞ്ഞ് ഈ കവാസൊക്കെ എടുത്തുകൊണ്ട് പോകാത്തത് ഇതാണ്. ഈ വണ്ടി പിടിച്ചാൽ നിൽക്കൂല, സ്പീഡ് കണ്ടില്ലേ? ഇതാണ് പ്രശ്നം. ഇതിനെ കൊണ്ട് കൊട്ടാരക്കരയ്ക്ക് പോയാൽ ഞാൻ അടുത്ത് കൊട്ടാരക്കര ഇങ്ങനെ കിടക്കും. കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇതേപോലത്തെ ഒരു ചേട്ടനാണ് നേരത്തെ എന്നെ വഴി പറഞ്ഞ് തെറ്റിച്ചത്. ഇനി എന്നെ വഴി പറഞ്ഞ് തെറ്റിക്കുവറ്റാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇയാൾക്ക് ഇതൊന്നും പോരാ. ഇയാൾക്ക് ശകലം കൂടി ഇനം തന്നെ നമുക്ക് കൊടുക്കാം. കൊണ്ടുപോകും. നമുക്ക് ആദ്യം അയാളെ ദേഹത്ത് എങ്ങനെയെങ്കിലും ഒരെണ്ണം അയാളെ ദേഹത്തോട്. ഇപ്പം രണ്ടെണ്ണം വീണു. അയാൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും നമുക്ക് ബോംബൊക്കെ ഇട്ട് അയാൾ എവിടെയെങ്കിലും പോണതിന് മുമ്പ് നമുക്ക് ആ ബോംബ് ഭയം കിട്ടാ. നമ്മളെടുത്താണ് കളി.
ഹെൽമറ്റ് നമ്മൾ അവിടെ കളഞ്ഞു. ഇവിടെ ഇപ്പൊ പോലീസൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മള് ഹെൽമറ്റ് ഒന്നും ഇപ്പൊ എടുക്കലില്ല. അപ്പൊ നമുക്ക് അവന്റെ വീട്ടിലോട്ട് പോകണം. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എന്തൊരു പ്രശ്നമാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മളെ കട എത്തി. ഇതാണ് നമ്മളെ കട, നമ്മളെ ഷോറൂം. ഇപ്പൊ നമ്മള് വണ്ടിയൊക്കെ അങ്ങ് കയറ്റിയിട്ട് ഇപ്പൊ നമ്മളെ ഷോറൂമിൽ നിന്ന് വണ്ടിയെല്ലാം വിറ്റ് പോയി. ഇപ്പൊ എന്താ എന്തോ എല്ലാരും ഫെറാറിയാണ് ഇപ്പൊ വാങ്ങണം. ഓടിയും ലംബോർഗിനിയൊന്നും ഇപ്പൊ ആരും വാങ്ങുന്നില്ല. വളയില്ല ഈ വണ്ടിയുടെ പ്രത്യേകത. എന്തടാ ഇത്? എനിക്ക് വണ്ടി ഓട്ടിക്കാറിഞ്ഞുണ്ടെങ്കിൽ ഓട്ടിക്കരുത്, ഹെൽത്തും കുറയാറാവും. ദയവ് ചെയ്ത് പ്ലീസ്, ദയവ് ചെയ്ത് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യൂ ഗൈസ്. നമ്മളെ യൂട്യൂബ് ചാനൽ മറ്റേ യൂട്യൂബ് ചാനൽ കട്ടായി പോയി. ഇതിനെങ്കിലും നിങ്ങൾ 24 സബ്സ്ക്രൈബർ ആക്കി തരണം. വെറും 24 അല്ലെങ്കിൽ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇപ്പൊ നമ്മള് കായംകുളം എത്താറായിട്ടുണ്ട്. കായംകുളത്താണ് അവന്റെ വീട്. കായംകുളം എത്താറായി. ഒരു ട്രെയിനൊക്കെ കിടപ്പുണ്ട്. കായംകുളം എത്തി. ഞാൻ ഇതുവരെ പോയിട്ടില്ല അവന്റെ വീട്ടിൽ. ഇവിടെ എവിടെയോ ആണ് അവന്റെ വീട്. ഇവിടെ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഇതാണാ ശശി? ശശി ശശി ശശിയെ ശശി ഇറങ്ങി വാടാ. അവനെ നമ്മൾ കുറെ പ്രാവശ്യം വിളിച്ചെന്നിട്ട് അവൻ പറഞ്ഞില്ല. എടാ ശശി, ശശിയെ ചേച്ചി, ഇത് തന്നെ ഈ ശശിയുടെ വീട് തന്നെ മോനെ, ഇത് തന്നെ. പക്ഷെ അവ ഇവിടെ ഇല്ലെന്ന് പറയണ കേട്ട്. അതെവിടെ ട്രിപ്പ് പോയിരുന്നു. ഓ ചേച്ചി, ചേച്ചി ഒക്കോ ചേച്ചി. അപ്പൊ അല്ലേ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കണ മോനെ, അവൻ ചിലപ്പോ നിന്റെ അടുത്ത് പ്രാങ്ക് ചെയ്തിരിക്കും. നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. നമ്മളൊക്കെ ബന്ധുക്കളല്ലേ. ആരും അറിഞ്ഞടാ ബന്ധുവെന്ന്. എന്റെ മറ്റേ സ്വഭാവം നിനക്കറിഞ്ഞൂടാ കേട്ടാളേ. കേട്ടാ കേട്ടാ നമുക്ക് ഓരോ ഇടിച്ച് തപ്പിക്കണം. ഇത്രയും നേരം നമ്മളെ അവൻ വിളിച്ച് പറഞ്ഞില്ലേ കേസായ സീനാവും ഗൈസ്. ഇതിന്റെ ഇടയിൽ എവിടെ കാണാം വീട്, അതായിരിക്കില്ല. അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ എന്തായാലും കുറെ വണ്ടികൾ കാണും. ആ ഈ വണ്ടി തന്നെ അവൻ കാണിച്ചു തരാന്ന് പറഞ്ഞ. ഈ വണ്ടി റോൾസ് റോയ്സ് തന്നെയാണ് ഗൈസ്. റോൾസ് റോയ്സ് ഈ ബുഗാട്ടിയും ലംബോർഗിനിയും ഓടിയും പിന്നെ ഈ ബൈക്ക് നമ്മളെ കടയിൽ നമ്മൾ വാങ്ങിച്ചാണ്. റോൾസ് റോയ്സ് മാത്രം എൻ്റെ കടയിലില്ല ഗൈസ്. നമുക്ക് വിളിച്ച് ചോദിച്ചു നോക്കാം ഗൈസ്. ഇതായിരിക്കും അവന്റെ വീട്ടിന്റെ ഫ്രണ്ടിലെ വണ്ടികളുണ്ട്. അപ്പൊ ഇതായിരിക്കും അവന്റെ വീട്. വാ, ഇത് തന്നെ ഗൈസ്, ഇത് തന്നെ. പക്ഷെ ഇത്രയും നേരം അവിടെ കിടന്ന് കറങ്ങി. എന്റെ കവാസക്കി ബൈക്ക് ഇവിടെ ഇട്ടിട്ടോ കണ്ടില്ല. മണ്ടയില് മനസ്സിലായി പോലീസ് വരാതിരിക്കാൻ
ഇവിടെ ഇന്ന് എനിക്ക് സംസാരിക്കാം. എന്തൊരു സ്പെഷ്യൽ കാർ ഉണ്ടെന്ന്, അത് ഇത് കാറാ? ഇതൊക്കെ അല്ലേ സ്പെഷ്യൽ കാറ്? ഏത് കാറ്? വീട്ടിലെ പറയില്ല. നമുക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റൂലെന്നാണ് തോന്നുന്നത്. നമ്മളെ പഴയ സ്വഭാവം ഉറപ്പാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചാവും. ഹെൽത്തും കുറവുള്ളൂ. ആ ബൈക്ക് എടുത്തോട്ട് കളിയാ. എടാ ഇത്തി എടുത്തോട്ടാ. കൂട്ടുകാരന്മാരല്ലേടാ ഇത്ര സ്നേഹമെങ്കിൽ കാണിക്കണ്ടേ? ആ എടുത്തോളാടാ. ഓ ശരി. ഇണപ്പ് തന്നെ അവൻ പറഞ്ഞ് നമുക്കിപ്പം നേരമില്ല. നമുക്കിപ്പം ഓടിപ്പോയി ആ വണ്ടി എടുക്കണം. ഈ വണ്ടി അവ എടുത്തോളാനാണ് പറഞ്ഞ. കവസ്ഥയ്ക്ക് നമ്മൾ അവിടെ ഇട്ടിട്ട് നമ്മളെ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പം ജുറാസിക് പാർക്കിൽ ഒളിച്ചിരിക്കാം. അല്ലെ വേണ്ട, നമ്മൾ എന്തായാലും വിചാരിച്ചല്ലേ ബീച്ചിൽ പോകണം. നമ്മൾ ബീച്ചിൽ തന്നെ പോയി. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോവാം. അപ്പോൾ ബീച്ച് എത്താറായിട്ടുണ്ട്. നമ്മൾ ബീച്ചെത്തി. ബീച്ച് നമ്മളപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. കവാസക്ക് നമുക്ക് നാളെ പോയി എടുക്കാം. അതവിടെ കിടക്കില്ല കവാസ. പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. മാത്രമല്ല ഒട്ടും വയ്യ. യാത്രാക്ഷീണമുണ്ട്. കുറേ നേരം കൊണ്ട് വണ്ടി ഓട്ടിക്കുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ പോകണം. ഇത്രയും നേരം വീട്ടിൽ പോകണം. ഞാൻ ഈ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല ദൂരമുണ്ട്. ഓട്ടിച്ച യാത്രക്ഷീണം കൊണ്ട് ഹലോ ഹലോ. വരാം. എന്തിനീ? വരാമേ. വരാം. എന്തിന് സ്ഥലം? ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ. അതുകൊണ്ടാണ് ഈ സമയം നമുക്ക് റോൾസ് റോയ്സ് ഇടാൻ നോക്കിയത്. അല്ല ഒന്നുമില്ല, ഇവിടെ പറഞ്ഞ ആമേ. വീട്ടിലോട്ട് വരാം. എന്തൊരു സമാധാനമാണ്. ഓനെന്താ വന്നോണ്ടിരിക്കണം അങ്ങോട്ട്? അല്ല വീട്ടിലോട്ട് പോയി. ഇപ്പൊ അമ്മ വിളിച്ചോണ്ട് അങ്ങോട്ട് വരാം. ഓ ശരി അമ്മേ. അമ്മ പറഞ്ഞു നമ്മളുടെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ് ഇന്ന്. എനിക്കത് അറിഞ്ഞൂടായിരുന്നു. എന്തോ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ്. നമ്മള് ഗിഫ്റ്റ് എന്തായാലും റോൾസ് റോയ്സ് ആവല്ലേ. നമുക്ക് ആ താറ് മതി. അത് കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ആ താറ്. അമ്മയുടെ അടുത്ത് അത് വാങ്ങാനുള്ള പൈസയൊന്നും കാണില്ല. അതുകൊണ്ടായി ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മ എന്തൊരമ്മ പറഞ്ഞ? അമ്മ ഇവിടെ ഇല്ല ഗൈസ്. അമ്മ ഇവിടെ ഇല്ല എന്നാണ് അമ്മ പറഞ്ഞ. വീട്ടിൻ്റെ പറയില്ല. എന്തിനാണ്? പോയി നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോയി പറഞ്ഞ് അമ്മ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞ. നമുക്ക് ചെറുതായിട്ട് കണ്ണ് ദൂരത്തുള്ളേക്ക് നമുക്ക് ബ്ലറായിട്ടാണ് കാണുന്ന. നമുക്ക് ആശുപത്രി പോകണം. ശരി, അമ്മ വണ്ടിയൊന്നും വാങ്ങിച്ചിട്ടില്ല ഗൈസ്. പറയില്ല പിന്നെ എന്തിനാണ്?
ഗൈസ്, അപ്പൊ ഇവിടെ ഒരു താറ് കിടപ്പുണ്ട്. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.